ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഒരു ഇൻസിഡൻറ്റ് എനിക്കൊന്ന് പറയണമായിരുന്നു. അതായത് ഞാൻ ഒരു വീഡിയോ വീണ്ടും ചെയ്യണമെന്ന് ചിലർക്കൊക്കെ ഒരു വാശിയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. പറയുന്നത് കൊണ്ട് ഓൺ വോയിസ് ആയതുകൊണ്ട് എനിക്ക് ഓൺ വോയിസ് വീഡിയോ പറ്റുന്നില്ല. കാരണം കുട്ടിയുള്ളത് കൊണ്ട് കുറച്ച് ശല്യങ്ങളൊക്കെ കുട്ടി ചെയ്യും. അതുകൊണ്ട് എനിക്കത് ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല, ഓഡിയോ ചെയ്യാണ്. പെട്ടെന്ന് പറയാം. കാരണം നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾക്കായിട്ട്, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ പുറത്ത് പോകേണ്ടി വരും, പല കാര്യങ്ങൾക്കായിട്ട്. അതിപ്പോൾ മറ്റുള്ളവരെ എനിക്ക് ബോധിപ്പിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അത് നാട്ടുകാരായാൽ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്. അത് ഞാനങ്ങ് കളഞ്ഞു. കാരണം അവർക്ക് വിവരമില്ലായ്മ കൊണ്ട് ചോദിക്കുന്നതായിരിക്കാം. എവിടെ പോയിരുന്നു, എന്തിന് പോയിരുന്നു, എന്താവശ്യത്തിന് പോയിരുന്നു, അതൊക്കെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ഞാനിതിൽ പ്രത്യേകം പറയുന്നു, ആരുടെയും പേരും ഊരും ഒന്നും പറയുന്നില്ല. പക്ഷേ കേൾക്കുമ്പോൾ ഇതിനകത്ത് കളിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നതായിരിക്കും. എനിക്ക് വീഡിയോ ചെയ്യാനൊന്നുമുള്ള സമയമൊന്നുമില്ല. എങ്കിലും ഞാൻ ഈ വക കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ലാത്തതാണ്, അത് ഞാൻ പറയുന്നതാണ്. നമ്മൾ വീട്ടിലില്ലാതിരിക്കുമ്പോൾ പലതരത്തിലുള്ള ശല്യങ്ങളും ഓരോ കാര്യങ്ങൾ, അവരുടെ പേരുകൾ എഴുതി ഇവിടെ കൊണ്ടിടുക, അത് അയൽക്കാരുടേതാണ്. അത് നമുക്ക് ഈ വക്രതയും വഞ്ചനയും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ പേര് ചുരുട്ടിക്കൂട്ടി കളയുകയാണ് ചെയ്തത്. പിന്നീട് പലതരത്തിലുള്ള അവരുടെ ജോലി സംബന്ധമായ എന്തോ ചെറിയ പേപ്പറുകളൊക്കെ ഇവിടെ കൊണ്ടിടുക, ഇവിടെ കൊണ്ട് തട്ടുക, ഇതൊക്കെ കഴിഞ്ഞ മാസം നടന്ന സംഭവങ്ങളാണ്. പിന്നീട് ഇവിടെ ഞാനില്ലാത്തപ്പോൾ മതിൽ ചാടി ഇറങ്ങുക എന്നുള്ളത് നമ്മൾ കണ്ടില്ല, നമ്മൾ പേര് പറയുന്നില്ല. ഡൗട്ടുകൾ എനിക്ക് പലരും പറയുകയും ചെയ്തു. എൻ്റെ കണ്ണിൽപ്പെട്ട കേസുകളുമുണ്ട്. അത് എനിക്ക് അയലത്തുകാരെ നന്നായിട്ട് ഡൗട്ടുണ്ടെന്നല്ല, അവരുടെ കാര്യങ്ങളാണ് മുറ്റത്ത് വെച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ അയൽക്കാർ ഒരു തരത്തിലും നമ്മളെ ജീവിക്കാൻ വിടില്ല എന്നുള്ളൊരു ഇതാണ്. നമ്മളുടെ മുറ്റത്ത് നിന്നുകൂടാ, ഗേറ്റിന് വെളിയിൽ നിന്നുകൂടാ, നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നുകൂടാ. അപ്പോഴേ അവർ ഭീഷണിയും ബഹളമാണ്. അവരെ കൊണ്ട് ഇതാരോ ചെയ്യിപ്പിക്കുന്നത് പോലെയാണ് അവർ കാണിക്കുന്നത്. അവരുടെ കൺട്രോളിൽ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എന്ന് നിങ്ങൾ ജനങ്ങൾ പറയണം. എന്നിട്ട് ഇന്ന് ഒരു സംഭവമുണ്ടായി. എന്നെ പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് അവർ ചെയ്യുന്നത്. ഈ ചെയ്യുന്നവർ ഒരു കാര്യം ഓർത്താൽ മതി, അവർക്കും മക്കളുണ്ട്. നാളെ ഒരു സമയത്ത് അവരുടെ മക്കൾക്ക് വൻ വിന വരുമ്പോൾ അവരെന്താണ് ചെയ്യുക? അന്നേരം ഞാൻ ഈ പറഞ്ഞ വാക്കുകൾക്കൊക്കെ വില വരുന്നതായിരിക്കും. അത് എന്തിനാണ് വെറുതെ നാട്ടുകാരുടെ ശാപം വിളിച്ചു വരുത്തുന്നത് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ജെന്യുവനായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നതാണ്. ഇന്ന് എൻ്റെ മീറ്റർ റീഡിങ്ങിൻ്റെ, ഈ ഇലക്ട്രിസിറ്റി ബോർഡുകാർ മീറ്റർ റീഡിങ് എടുക്കുമല്ലോ, അതിൻ്റെ ഡോറ് വലിച്ചു തുറന്ന് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ കൺസ്യൂമർ നമ്പറിൻ്റെ പേപ്പർ കീറി വെച്ചിരിക്കുകയാണ്. ഇത് ആര് തന്നെ ആയാലും ഇതിനെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും. എന്തിനാണ് വെറുതെ നാട്ടുകാരുടെ കാര്യത്തിൽ ഇതാകുന്നത്? വെറുതെ ചൊറിയുന്നത് എന്തിനാണ്? നമ്മളാണെങ്കിൽ അവരുടെ കാര്യമൊന്നും പറഞ്ഞിരിക്കുകയല്ല. നമുക്ക് എല്ലാവരെയും ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ കയറി കളിക്കുന്നത് ആര് തന്നെ ആയാലും ദൈവത്തിൻ്റെ കോടതിയിലും അവർ ശിക്ഷ അനുഭവിക്കും, അല്ലാതെയും അവർ ശിക്ഷ അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ നിർത്തുന്നു. ഇതുപോലുള്ള വീഡിയോ ഇനി എനിക്ക് ചെയ്യാൻ ഇടവരുത്താം.